ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം എക്സാമിൻ്റെ ഒരു ഇംഗ്ലീഷ് ഇവാലുവേഷൻ ആട്ടോ. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുഴുവൻ കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പാഠപുസ്തകം പഠിച്ചത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതേ മോഡലിലാവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024 ആണ്. ക്ലാസ് 3 ആണ് ഇംഗ്ലീഷ്. ആക്ടിവിറ്റി 1 എന്ത് കൊടുത്തിട്ടുണ്ട്? റീഡിങ് കോംപ്രഹെൻഷൻ ആണ് അല്ലേ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. അല്ലേ, ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, മൈ ന്യൂ പെറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ സ്റ്റോറിയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റോറി റീഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ന്യൂ പെറ്റ് അല്ലേ, എൻ്റെ പുതിയൊരു പെറ്റ്. പെറ്റ് പറഞ്ഞാൽ എന്താ? നമ്മൾ വളർത്തുന്ന ഒരു ആനിമൽ. മൈ ഡാഡ് ബോട്ട് മീ എ ന്യൂ പെറ്റ്. എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? എനിക്കൊരു ന്യൂ പെറ്റിനെ കൊണ്ടുവന്നു. ഹി ഈസ് എ ക്യൂട്ട് ലിറ്റിൽ ഡോഗ്. ഒരു മനോഹരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ലിറ്റിൽ ഡോഗാണത്. ഹി ഈസ് സ്ലീപ്പി ആസ് ഹി ഈസ് ലിറ്റിൽ നൗ. My dad and mom help me to keep the dog clean. We have a dog house where he stays. I play with him in the evening when I come home from school. He is growing quickly. I love my new pet. അപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ ന്യൂ പെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹൂ ഈസ് മൈ ന്യൂ പെറ്റ്? ആരാണ് എൻ്റെ പുതിയ പെറ്റ്? ആരാണ് ആൻസർ? എ ലിറ്റിൽ ഡോഗ്. Why is he sleepy? Because he is little one. Who helps me to keep the dog clean? My dad and mom. ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത് അവനെ ഡോഗിനെ ക്ലീൻ ചെയ്യാൻ? അവൻ്റെ അമ്മയും അച്ഛനുമാണ്. Where does my pet stay? Dog house. I play with my pet in the evening. Is it true? യെസ്, ഇറ്റ് ഈസ് ട്രൂ. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ ആണ്, സംഭാഷണം എഴുതാനാണ്. ശശ റിട്ടേൺ ഹോം ആഫ്റ്റർ സ്കൂൾ. ഷീ സെർഡ് അബൌട്ട് ദ ഗേൾ ടു ഹെർ മദർ. കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ മദർ. അല്ലേ, സഷയുടെ സ്റ്റോറി നമ്മൾ വായിച്ചു അല്ലേ? ഒരു പെൺകുട്ടിയെ കാണുന്നതും ഉണ്ണിയപ്പം കൊടുക്കുന്നതൊക്കെ സ്റ്റോറിയിൽ നിങ്ങൾ പഠിച്ചില്ലേ? അത് വെച്ചിട്ട് സഷിയും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറയുന്നത്. ഈ കുട്ടിയെ കുറിച്ചിട്ട് അമ്മയോട് സഷ പറയുന്ന ഒരു കോൺവെർസേഷൻ, സംഭാഷണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. മദർ: ഹായ് ഡിയർ, ഹൗ വാസ് യുവർ ഡേ? സഷ: മം, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. അപ്പോൾ അമ്മ ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? അപ്പോൾ സഷ പറയുകയാണ്, എന്താ പറയുന്നത്? ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ മദർ ചോദിക്കുക, എ ഗേൾ? ഹൂ ഇസ് ഷീ? പെൺകുട്ടിയോ? ആരാണത്? സഷ പറയാം, നെവീൻ ആൻഡ് ഐ സോ ഹെർ ബിഹൈൻഡ് ദ ബുഷസ്. ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ് അവർ ടീച്ചർ തോട്ട് us. അല്ലേ, നവീനും ഞാനും ബുഷസിൻ്റെ ബാക്കിലായിട്ട് ആ കുട്ടിയെ കണ്ടു. ആ കുട്ടി എന്താ ചെയ്യുന്നത്? അവളെ ലിറ്റിൽ ബ്രദറിനെ, ചെറിയ ബ്രദറിനെ പാട്ട് പാടിയിട്ട് തൊട്ടിലാട്ടാണ്. ഞങ്ങൾക്ക് ഇന്ന് ടീച്ചർ പഠിപ്പിച്ച് തന്ന ആ പാട്ടും പാടി അവൻ്റെ ചെറിയ ബ്രദറിനെ തൊട്ടിലാട്ടി ഉറക്കുകയാണ്. മദർ: ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്? എങ്ങനെയാണ് ആ കുട്ടി പഠിച്ചത് ആ പാട്ട്? ഈസ് ഷീ ഫ്രം യുവർ സ്കൂൾ? ആ കുട്ടി നിങ്ങളുടെ സ്കൂളിലാണോ? സഷ എന്താ പറഞ്ഞത്? നോ മാം, അല്ല അമ്മേ, ബട്ട് യെസ്റ്റർഡേ ഐ സോ ഹർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് അവർ ക്ലാസ്. ഷീ ഈസ് എ പുവർ ഗേൾ. അവളെ ഞങ്ങളെ സ്കൂളിലല്ല, പക്ഷേ ഞങ്ങളെ ക്ലാസ്സിൻ്റെ ഡോറിൽ നിൽക്കുന്നത് ഞാൻ ഇന്നലെ കണ്ടു. എന്താണ്? ഷീ ഈസ് എ പുവർ ഗേൾ. ഒരു പാവം പെൺകുട്ടിയാണ്. മദർ ചോദിക്കുക, ഹോ ഐ സീ, ഐ തിങ്ക് ഷീ വാണ്ട് ടു കം ടു യുവർ സ്കൂൾ. അമ്മ പറയാം, എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് നിങ്ങളെ സ്കൂളിലേക്ക് വരണം എന്നാ. സഷ പറയാം, ഐ ആൾസോ തിങ്ക് സോ, ഷീ ഈസ് ബ്രില്യൻ ഗേൾ. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണത്. മദർ എന്താ പറഞ്ഞ? ആസ്ക് ഹെർ ടു കം ടു അവർ ഹോം വൺ ഡേ. നീ അവളോട് പറയൂ ഒരു ദിവസം നമ്മളെ വീട്ടിലേക്ക് വരാൻ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലുള്ള കോൺവെർസേഷനൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നോക്കാം, ആക്ടിവിറ്റി 3 നോക്കാം. സഷ ബ്രോഡ് ഉണ്ണിയപ്പം ഫ്രം ഹെർ ഹോം. അല്ലേ, സഷ ഉണ്ണിയപ്പം അവളെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഷീ ഈസ് സോ ഹാപ്പി ടു ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ
ക്ലാസ് അല്ലേ, അത് എന്താണ് ഉണ്ണിയപ്പം എല്ലാവർക്കും കൊടുക്കുന്നതിൽ അവൾ ഭയങ്കര സന്തോഷവതിയാണ്. ഡിസ്ക്രൈബ് ദാറ്റ് സിറ്റുവേഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്വന്തം ഭാഷയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സഷ ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ്. ഹെർ ഫ്രണ്ട്സ് ആർ റെസ്റ്റിംഗ് ഗെറ്റ് ഉണ്ണിയപ്പം. Her friends are eating ഉണ്ണിയപ്പം. So some students are sitting in the classroom and reading books. Some students are busy with dancing, writing notes and laughing with friends. Activity 4 നോക്കാം. Complete the table. Some words are given below. Classify them into fruits and vegetables. അപ്പോൾ ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സിൻ്റെ നെയിം തന്നിട്ടുണ്ട്. അത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിട്ട് തരംതിരിച്ച് ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരറ്റ് എന്താണ്? വെജിറ്റബിളാണ്. കുക്കുംബർ വെജിറ്റബിൾ. ഗ്രേപ്സ് എന്താണ്? ഫ്രൂട്ട്സ് ആണ് അല്ലേ, മുന്തിരി. ആപ്പിൾ ഫ്രൂട്ട്സ് ആണ്. ടൊമാറ്റോ വെജിറ്റബിൾസ്. പപ്പായ ഫ്രൂട്ട്സ്. ലേഡീസ് ഫിംഗർ എന്താണ്? വെജിറ്റബിൾ ആണ്. സ്പിനാച്ച് എന്താണ്? വെജിറ്റബിൾ ആണ്. ചെറി എന്താണ്? ഫ്രൂട്ടാണ്. കിവി ഫ്രൂട്ടാണ്. ബ്ലൂബെറി ഫ്രൂട്ടാണ്. പൈനാപ്പിൾ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ടും വെജിറ്റബിളും മനസ്സിലാക്കി വെക്കും. ആക്ടിവിറ്റി 5 ആണ്. ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ബാറ്ററിനെ കുറിച്ചിട്ട് പോയത്തിൻ്റെ കുറച്ച് വരി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗം നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചേഴ്സ് ആസ് ആൻഡ് ത്രിൽസ് അല്ലേ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ കൂൾ, ഫ്ലോസ് ഡൗൺ ഫ്രം മൗണ്ടെയിൻ, ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു മോഡല്. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെ നിങ്ങൾ പഠിച്ച പാഠത്തിൻ്റെ ഒക്കെ കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. പാരഗ്രാഫും പോയം തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറഞ്ഞാൽ അത് നന്നായിട്ട് മനസ്സിലാക്കി റീഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബൈ ബൈ.